കണ്ണൂരിൽ 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായി. കണ്ണൂർ കുറ്റ്യേരി സ്വദേശി പി ശ്രീധരനാണ് പിടിയിലായത്. ശ്രീധരേട്ട, നിങ്ങൾ ഇങ്ങനെയായിരുന്നു. പൂഴിമണ്ണ് വിൽക്കാനുള്ള അഴിമതിക്കാണ് ചെറുകുന്ന് സ്വദേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് ശ്രീധരനെ പിടിച്ചത്? അരുൺ, ഇന്നലെയാണ് ശ്രീധരേട്ടൻ പിടിയിലായത്. ഈ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ സംഘം എത്തി വളരെ തന്ത്രപരമായാണ് ഈ പി ശ്രീധരനെ പിടികൂടിയത്. ഈ മിനറൽ ഇൻസ്പെക്ടറായിട്ടുള്ള പി ശ്രീധരൻ ഇങ്ങനെ ഒരു ഈ പറയുന്ന ഒരു അനുമതിക്ക് വേണ്ടി, പൂഴിമണ്ണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ഇദ്ദേഹത്തെ സമീപിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് നടക്കുന്നില്ല. ഏകദേശം 2025 ജൂൺ മാസമാണ് ഈ അപേക്ഷ നൽകുന്നത്. പക്ഷേ അതിനുശേഷം ഇത് കുറേ കാലം ഇങ്ങനെ നടക്കാതെ വന്നതോടുകൂടി പിന്നെ കോടതിയിൽ സമീപിച്ചു. കോടതിയിലേക്ക് പോയി. കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി ഇതേ ഓഫീസിലേക്ക് എത്തി ഈ കാര്യങ്ങളൊക്കെ അവിടെ ധരിപ്പിച്ചു. പക്ഷേ എന്നിട്ടും ഇതിനകത്ത് കാര്യമായ മുന്നോട്ട് പോക്കുണ്ടാവുന്നില്ല. അങ്ങനെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശ്രീധരൻ അവരെ കാണാൻ വേണ്ടി ഈ പരാതിയുമായി പോയ ഘട്ടത്തിൽ തന്നെ കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി തനിക്ക് പണം വേണം എന്നുള്ള കാര്യം ഈ പി ശ്രീധരൻ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഈ പരാതി നൽകിയിട്ടുള്ള വ്യക്തി വിജിലൻസിലേക്ക് പോവുകയും വിജിലൻസിനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് വീണ്ടും ഈ പി ശ്രീധരന് മുന്നിൽ, ഈ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർക്ക് മുന്നിൽ വീണ്ടും ഈ പറയുന്ന വ്യക്തി എത്തുന്നത്. അങ്ങനെ കാര്യങ്ങൾ എന്താണ് സാർ ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സൈറ്റ് ഇൻസ്പെക്ഷൻ, സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി 15,000 രൂപ നാളെ തരണം എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കുകയും വിജിലൻസിന്റെ സഹായത്തോടു കൂടി ഈ പരാതിക്കാരൻ ഈ പി ശ്രീധരന് പണം നൽകാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ തന്ത്രപരമായി വിജിലൻസ് ഇയാളെ പിടികൂടുന്നത്. ഇയാളുടെ പിടികൂടിയ ഘട്ടത്തിൽ ആദ്യം അയ്യോ എന്ന രീതിയിൽ ഒന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും കയ്യോടെ പിടികൂടിയത് കൊണ്ട് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇയാളുടെ കൈവശം നോട്ടുകൾ പിടികൂടിയിരുന്നു. ആ നോട്ടുകൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയൊക്കെ വിജിലൻസ് പൂർത്തീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ മറ്റ് പഴുതുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇദ്ദേഹത്തെ വിജിലൻസ് പിടികൂടിയിരിക്കുന്നു. 15,000 രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ പണം ഉൾപ്പെടെ ഇദ്ദേഹത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി വിജിലൻസിന് കഴിഞ്ഞു. എന്തായാലും ഇദ്ദേഹത്തെ തലശ്ശേരിയിൽ വിജിലൻസ് കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കും എന്നുള്ളതാണ് വിജിലൻസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഡോക്ടർ അരുൺ. താങ്ക് യു. അർജുൻ കല്യാടാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.